യേശുക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സ്നാപക യോഹന്നാൻ ജയിലിലാണ്. സത്യം പറഞ്ഞു, സത്യത്തിന് സാക്ഷ്യം വഹിച്ചു. അതായിരുന്നു ജയിൽവാസത്തിനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് സ്നാപക യോഹന്നാൻ കടന്നുപോയത്. സ്നാപക യോഹന്നാൻ്റെ പ്രാധാന്യം നമുക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. രക്ഷകനെ ചൂണ്ടിക്കാണിച്ചവനാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാണ്. അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം നൽകിയത് സ്നാപക യോഹന്നാനാണ്. രക്ഷകന് വഴിയൊരുക്കിയതും സ്നാപക യോഹന്നാൻ തന്നെ. ഇങ്ങനെ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്നാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. എന്നാൽ നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു സ്നാപക യോഹന്നാൻ. അതുകൊണ്ട് തന്നെ സഹനത്തിൻ്റെ മുൻപിൽ വിശുദ്ധ സ്നാപക യോഹന്നാനും കുറച്ച് ചോദ്യങ്ങളുണ്ട്. നാം സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരാറുണ്ട്. കർത്താവേ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചുവെന്ന്. ഇതുപോലെ സ്നാപക യോഹന്നാനും സഹനത്തിൻ്റെ മധ്യത്തിൽ ജയിലിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. നീ തന്നെയാണോ വരുവാനിരിക്കുന്നവൻ? ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ എന്ന ചോദ്യവുമായിട്ട്. എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും സഹനത്തിൻ്റെ മധ്യത്തിൽ നമ്മെപ്പോലെ ഒരു മനുഷ്യനായ സ്നാപക യോഹന്നാനും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ വയ്ക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ മറുപടി വ്യക്തമായിരുന്നു. എന്താണ് നിങ്ങൾ കാണുന്നതെന്ന് യോഹന്നാനെ പോയി അറിയിക്കുക. എല്ലാവർക്കും സുവിശേഷം ലഭിക്കുന്നു, അന്ധർക്ക് കാഴ്ച ലഭിക്കുന്നു, മുടന്തർ നടക്കുന്നു. ഇങ്ങനെ നിങ്ങൾ കാണുന്നത് യോഹന്നാനെ അറിയിക്കുവാനായിട്ട് യേശു ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ മധ്യത്തിൽ നമുക്കും ചോദ്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ആദ്യമായിട്ട് യോഹന്നാൻ ചെയ്തതുപോലെ കൺസൾട്ട് വിത്ത് ജീസസ്. യേശുവിനുമായിട്ട് നമ്മുടെ സംശയങ്ങൾ കൺസൾട്ട് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മുടെ കൂടെയുള്ളവർക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോഴും യേശുവിൻ്റെ അടുത്തേക്ക് വിടുക അവരെ. അങ്ങനെയാകുമ്പോൾ യേശു നമ്മോട് പറയും, നിങ്ങൾ സുവിശേഷത്തിലേക്ക് ശ്രദ്ധിക്കുവിൻ, അവിടെയുണ്ട് എല്ലാത്തിൻ്റെയും ഉത്തരം. സഹനങ്ങൾ രക്ഷാകരമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരുവാനായിട്ട് കർത്താവ് നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.